ഹലോ ചങ്കുകളെ, നമസ്കാരം. എല്ലാവരും ചായയെല്ലാം കുടിച്ചാ? MRC തൊപ്പി. അപ്പോൾ ആ പേര് എല്ലാവർക്കും അറിയണ്ടാവും. നമ്മുടെ തൊപ്പി നിഹാദ്. ഈ തൊപ്പീൻ്റെ ഒരു വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ക്രിപ്റ്റോയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ തൊപ്പി പറയുന്നുണ്ട്, വീഡിയോയിൽ പറയുന്നുണ്ട്, എൻ്റെ സമ്പാദ്യം മൊത്തം ക്രിപ്റ്റോയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ആ ക്രിപ്റ്റോൻ്റെ പേരൊന്നും പറയുന്നില്ല. ആ ക്രിപ്റ്റോ മൊത്തം എന്താ പറയുക, സ്കാമായി. എൻ്റെ കായ് മൊത്തം പോയി. ഞാൻ സമ്പാദിച്ച എൻ്റെ എല്ലാ പൈസയും കോടികൾ പോയി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും ക്രിപ്റ്റോയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും ഒരു വ്യക്തി മൊത്തം സമ്പാദ്യം ഒരിക്കലും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. പ്രത്യേകിച്ച് തൊപ്പി എന്താ പറയുക, ജനങ്ങളുടെ ഇടയിൽ മണ്ടനായിട്ടും കോമാളിയായിട്ടും വന്ന് നിന്നിട്ട് വരുമാനം ഉണ്ടാക്കിയ ആളാണ്. ഇപ്പോൾ അവൻ്റെ കുറച്ച് വീഡിയോകൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അവന് ഒരു കഞ്ചാവിൻ്റെ ഒരു കേസിൽ അവന് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് കഞ്ചാവിൻ്റെ വിൽപ്പന നടത്താനോ ഇതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. എനിക്ക് ലീഗലായിട്ട് തന്നെ നല്ല മണീസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഡെയിലി ഓരോ മണിക്കൂർ, ഞാൻ ഡെയിലി 5 മണിക്കൂർ ഞാൻ സ്ട്രീം ചെയ്യുന്ന ആളാണ്. 1 മണിക്കൂർ സ്ട്രീം ചെയ്താൽ കിക്ക് എന്ന അവരെ സ്ട്രീം ചെയ്യുന്ന അവരുടെ കമ്പനി, കിക്ക് എന്ന ഇതിലാണ് ചെയ്യുന്നത് തോന്നുന്നു. സ്ട്രീം ചെയ്യുന്നത് എനിക്ക് അതിനെപ്പറ്റി അത്രയും അറിയും. അപ്പോൾ ആ സ്ട്രീം ചെയ്യുന്ന കിക്ക് തന്നെ അവർ കോൺട്രാക്ട് വെച്ചിരിക്കുന്നത് 1 മണിക്കൂറിന് ഏകദേശം എന്താ പറയുക, ഇന്ത്യൻ മണി 20,000 അടുത്ത് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 5 മണിക്കൂറൊക്കെ അവൻ സ്ട്രീം ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം 30 ലക്ഷത്തിന് അടുത്ത് തൊപ്പി ഉണ്ടാകുന്നുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു 30 ലക്ഷം ഒരു മാസം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി, ഇതൊക്കെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിൽ ഇതൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ അത്രയും ഒരു എമൗണ്ട് അവന് കിട്ടുന്നുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ മറവിൽ ഇപ്പോൾ ഒരു നാടകമായിട്ട് വന്നതാണെന്ന് മാത്രം പറയാം. കാരണം വെച്ചാൽ ഒരു വ്യക്തിയല്ല, ഒരാളും ഒരിക്കലും അവരുടെ സമ്പാദ്യം മൊത്തം ക്രിപ്റ്റോ പോലത്തെ ഇതിൽ ഇടൂല. കുറച്ച് ഫണ്ടൊക്കെ ഇടും, ഒരു 10%, 5% ഫണ്ടൊക്കെ ഇടും. കാരണം ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈ റിസ്ക് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ യുബിറ്റി എന്ന് പറഞ്ഞ ഒരു കോയിൻ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം കുറച്ച് കോയിനൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, കിട്ടുന്ന ഒരു എമൗണ്ട് ഒന്ന് ചെറിയ ഫണ്ട് വാങ്ങി വെക്കും. കാരണം ക്രിപ്റ്റോ അത്രയും എന്താ പറയുക റിസ്ക് ഉള്ള ഒരു എലമെൻ്റാണ്, റിസ്ക് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ തൊപ്പി വീണ്ടും ആ ഒരു സെന്റിമെന്റൽ ഇതിൽ കൂടെ അവൻ എന്ത് ചെയ്യുക, മാക്സിമം റീച്ച് ഉണ്ടാക്കി വീണ്ടും കാശുണ്ടാക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് മണ്ടനല്ല. അല്ലെങ്കിൽ തൊപ്പി പറയണം, എന്ത് പറയണം, ഞാൻ ഇന്ന ക്രിപ്റ്റോയിലാണ് ഇട്ടത്, ക്രിപ്റ്റോന്റെ പേര് പറയുന്നില്ലേ, മനസ്സിലാക്കണം. അപ്പോൾ ആര് ത്രൂലാണ് ഇവൻ ചെയ്തതെന്ന് അത് പറയുന്നില്ലേ, എത്ര ഫണ്ടാണ് ഇവൻ ചെയ്തതെന്നുള്ള അതും പറയുന്നില്ല. അപ്പോൾ വീണ്ടും ഒരു നാടകമായിട്ട് തൊപ്പി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൊപ്പീൻ്റെ വീഡിയോസ് കുറെ കണ്ട് ഉള്ളത് കൊണ്ട് പറയാണ്. എന്താ പറയുക, ഇതിൻ്റെ വേറൊരു കാര്യം കൂടെ ഇതിൻ്റെ അകത്ത് നമ്മൾ കൂട്ടി വായിക്കണം. തൊപ്പീൻ്റെ മെയിൻ ഫ്രണ്ടായ സോജൻ സാമുവൽ, അച്ചായൻ്റെ അമ്മക്ക് എന്താ ബ്ലഡ് ക്യാൻസർ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം പല ആൾക്കാർ ചോദിക്കും, അപ്പോൾ തൊപ്പി അടുത്ത ഫ്രണ്ടായിട്ട് അച്ചായൻ്റെ അമ്മനെ നോക്കുന്നില്ലേ, ഫണ്ട് ഇറക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും വീഡിയോ ആയിട്ട് ഇവർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എനിക്ക് സഹായിക്കണം, എൻ്റെ അമ്മ അസുഖമാണെന്നൊക്കെ അച്ചായൻ വന്നിട്ടുണ്ട്. അച്ചായൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തൊപ്പിയും വന്നിട്ടുണ്ട്. തൊപ്പി എനിക്കിങ്ങനെ ഫണ്ട് പോയതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അച്ചായൻ്റെ അമ്മനെ സഹായിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാം എന്താണ് ഗൂഗിൾ പേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൊപ്പി അതിബുദ്ധിമാനാണ്. മണ്ടനായിട്ട് നിന്നുകൊണ്ട് അവൻ കുറേ എന്താ പറയുക, കുട്ടികളെയൊക്കെ കുറേ അവൻ്റെ ഫാൻസാക്കി മാറ്റി, അതിൽ കൂടെ നല്ല റീച്ച് ഉണ്ടാക്കി, നല്ല രീതിയിലേക്ക് എന്താ സോഷ്യൽ മീഡിയയിൽ കൂടെ നല്ല ഇൻകം ഉണ്ടാക്കി. എല്ലാം നല്ല കാര്യം തന്നെ, ഉണ്ടാക്കട്ടെ, അവൻ്റെ കഴിവുകൊണ്ട് തന്നെയല്ലേ. പക്ഷേ ജനങ്ങളെങ്ങനെ പൊട്ടന്മാരാക്കട്ടെ, അത് മാത്രമേ പറയാനുള്ളൂ. ഒരു ക്രിപ്റ്റോ ഇൻവെസ്റ്റർ എന്ന രീതിയിൽ ഞാൻ പറയാണ്, നാടകം നിർത്തിക്കോ തൊപ്പി. ഓക്കെ, നീ കാശുണ്ടാക്കിക്കോ, നീ സ്ട്രീം ചെയ്തോ, പൈസ ഉണ്ടാക്കിയോ, ഒന്നും വിഷയമല്ല. ഇവിടെ ആളെ എന്താ പറയുക, പൊട്ടനാക്കണ്ട, അത്രേ പറയാനുള്ളൂ. ഓക്കെ.